6.2-ലെ ലെമ്മ 3 ആണ് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫങ്ഷനാണ്. ക്ലോസ് ഇൻ്റർവെൽ, ബൗണ്ടഡ് ഇൻ്റർവെൽ, എ ബിയിലൊരു ഇൻക്രീസിങ് ഫങ്ഷനാണ് എഫ്. നമ്മൾ ഏതൊരു ആൽഫ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും മെഷർ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് upper derivative f greater than or equal to alpha less than or equal to 1 by alpha f of b minus f of a. അതായത് ഈ പറഞ്ഞ സെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് ഡി അപ്പർ ബാർ അല്ലെങ്കിൽ അപ്പർ ഡെറിവേറ്റീവ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നതിൻ്റെ മെഷർ എം സ്റ്റാർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ആൽഫ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കണം. ആൻഡ് രണ്ടാമത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? മെഷർ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഡി അപ്പർ ബാർ എന്ന് പറഞ്ഞാൽ അപ്പർ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിൻ്റെ മെഷർ, ഈ ഒരു സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലെമ്മയിൽ തന്നിട്ടുണ്ട് ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന്. അപ്പോൾ നമ്മൾ ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് എടുത്തു. അതിനുശേഷം നമ്മളൊരു ആൽഫ ഡിഫൈൻ ചെയ്യാണ്. എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞിട്ടൊരു ആൽഫ നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഒരു ആൽഫ ഡാഷ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ 0 ആൽഫ ഒരു 0യേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ 0യും ആൽഫയുടെയും ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലെ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ ആൽഫ ഡാഷിനെ ചൂസ് ചെയ്തു. ഇനി എഫ് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവെൽ ബൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസ് ഇൻ്റർവെൽ സി ഡിയിലെ കളക്ഷൻസിനെയാണ്. കളക്ഷൻ ഓഫ് ക്ലോസ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ക്ലോസ് ഇൻ്റർവെൽ സി ഡിയിലെ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻസാണ് എഫ് എന്ന് പറയുന്നത്. ആ എഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടെയ്നും ചെയ്തിരിക്കും. അതാണ് ലെറ്റ് എഫ് ബി എൻ കളക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ക്ലോസ് ഇൻ്റർവെൽ സി ഡി കണ്ടെയ്ൻഡ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അതായത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ക്ലോസ് ഇൻ്റർവെൽ സി ഡികളുടെ കളക്ഷൻസാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഡാഷ് സി മൈനസ് ഡി മൈനസ് സി എന്നായിരിക്കും. ഇനി സിൻസ് നമുക്കറിയാവുന്ന കാര്യം അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. ഈ ആൽഫയിൽ നമ്മൾ അങ്ങനെയാണ് ഈ ആൽഫ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ വിറ്റാലി കവറിംഗ് ലെമ്മ ഉപയോഗിച്ച് എഫ് ഒരു വിറ്റാലി കവറിംഗ് ലെമ്മ ഉപയോഗിച്ചിട്ട് എഫ് എന്ന് പറയുന്നത് ഒരു വിറ്റാലി കവറിംഗ് ഓഫ് ആൽഫ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ വിറ്റാലി കവറിംഗ് ലെമ്മ നമ്മളോട് പറയുന്നത് അവിടെ ഒരു ഫൈനൈറ്റ് എഫ് എന്ന് പറയുന്നത് ഒരു വിറ്റാലി കവറിംഗ് ഓഫ് ആൽഫ ആണെങ്കിൽ വിറ്റാലി കവറിംഗ് ലെമ്മ നമ്മളോട് പറയുന്നത് അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻസ് ഉണ്ടായിരിക്കും. ആ സബ് കളക്ഷൻസ് ആണ് ക്ലോസ് ഇൻ്റർവെൽ സി കെ ഡി കെ കെ ഈക്വൽ ടു 1 to എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എഫിലെ എഫ് കേട്ടോ ഓഫ് എഫ് ആണല്ലോ വിറ്റാലി കവറിങ്. അപ്പോൾ അതിൽ ഒരു ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ മെഷർ എന്ന് പറയുന്നത് അതായത് മെഷർ ഓഫ് ആൽഫ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ. ഈ പറയുന്ന സി കെയുടെയും ഡി കെയുടെയും യൂണിയൻസ് ആൽഫയിൽ നിന്നും മൈനസ് ചെയ്തിട്ടുള്ളതിൻ്റെ മെഷർ എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ എപ്സിലോണും ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫയുടെ ഒരു സബ്സെറ്റാണ് ഈ യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി ക്ലോസ് ഇൻ്റർവെൽ സി കെ ഡി കെ യൂണിയൻ നമ്മളുടെ സെറ്റ് ആൽഫ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ ക്ലോസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇനി ഔട്ടർ മെഷറിൻ്റെ ഫൈനൈറ്റ് സബ് അഡിറ്റിവിറ്റി പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു പ്രിസീഡിങ് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്
സബ് അഡിറ്റിവിറ്റി ഓഫ് ഔട്ടർ മെഷർ പ്രകാരം നമുക്ക് എന്ത് പറയാം, മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ പ്ലസ് എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by alpha dash into sigma k equal to 1 to n f of dk minus f of ck plus എപ്സിലോണും ആയിരിക്കും. ഇനി എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ഇൻക്രീസിങ് ആണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ഇൻക്രീസിങ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ഇൻക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ടുള്ള ഈ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിലെ ഒരു ഡിസ്ജോയിൻറ്റ് കളക്ഷൻസ് ഓഫ് സബ് ഇൻ്റർവെൽസ് ആണ് ഈ പറയുന്ന സി കെ ഡി കെ, ക്ലോസ് ഇൻ്റർവെൽ സി കെ ഡി കെ കെ ഈക്വൽ ടു 1 to n എന്ന് പറയുന്നത് ഡിസ്ജോയിൻറ്റ് കളക്ഷൻസ് ഓഫ് സബ് ഇൻ്റർവെൽസ് ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. ഇനി എപ്സിലോൺസ് ഗ്രേറ്റർ, അതായത് ഏത് എപ്സിലോണും ഗ്രേറ്റർ ദാൻ 0 ആണ് ആൽഫ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ സീറോയുടെയും ആൽഫയുടെയും ഉള്ളിലൊരു എലമെൻ്റ് ആയിട്ടാണ്, ഓപ്പൺ ഇൻ്റർവെൽ 0 ആൽഫയിലെ ഒരു എലമെൻ്റ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, മെഷർ ഓഫ് ഈ ആൽഫ എന്ന് പറയുന്നത് അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by ആൽഫ ഡാഷ് ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ഇതുവഴി പ്രൂവ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് ഇതായിരുന്നു, മെഷർ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡി ഡെറിവേറ്റീവ് അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ എന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞ സെറ്റിനെയാണ് ഇ ആൽഫ എന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി, മെഷർ ഓഫ് ഇ ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by ആൽഫ ഡാഷ് എന്ന് വന്നു. ആൽഫ ഡാഷ് എന്ന് പറയുന്നത് സീറോയുടെയും ആൽഫയുടെ ഇടയിലുള്ളൊരു നമ്പറുമാണ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ നമ്മളിങ്ങനെ പ്രൂവ് ചെയ്തു. ആൻഡ് ഇനി സെക്കൻഡ് വൺ നമുക്ക് ചെയ്യാനുള്ളത് മെഷർ ഓഫ് സെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അത് 0 ആണ്, ഈക്വൽ ടു 0 ആണ്, മെഷർ 0 ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നാച്ചുറൽ നമ്പർ n എടുത്തു. എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ എലമെൻ്റ് ആണ്. ആൻഡ് അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അങ്ങനെ ഇൻഫിനിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഇ എൻ ആയിരിക്കും. ആൻഡ് നമുക്ക് മെഷർ പറയുന്നത് അപ്പോൾ മെഷർ ഓഫ് ഇ എൻ ആയിരിക്കും. ഓക്കെ, രണ്ട് സൈഡിലും നമ്മൾ മെഷർ കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ഇക്വേഷൻ രണ്ട് സൈഡിലും മെഷർ കൊടുക്കുകയാണെങ്കിൽ മെഷർ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് ഡി അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ എൻ ആയിരിക്കും. എം സ്റ്റാർ ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന ഈ ഒരു മുമ്പ് കണ്ടുപിടിച്ച പ്രൂവ് ചെയ്തത് വെച്ചിട്ട്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇക്വേഷൻ 2 നമ്മളങ്ങനെ പ്രൂവ് ചെയ്തു. അതായത് അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും അത് ചെറുതായി വരുന്നു, അപ്പോൾ അത് 0യിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെയും പ്രൂവ് ചെയ്തു. ഇനി അടുത്തതായിട്ടുള്ളൊരു തിയറാണുള്ളത്. തിയറത്തിന് ലബേക്ക് തിയറാണ്, പേരുള്ള തിയറാണ്. അപ്പോൾ ഈ തിയറത്തിൽ പറയണത് എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ്, അത് ഫംഗ്ഷൻ എഫ് എന്ന് ഞാൻ എടുത്താണ് ഒരു ഫംഗ്ഷൻ, അത് മൊണോട്ടോണാണ് ഓൺ ദ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞ ഓപ്പൺ ഇൻ്റർവെൽ അത് മൊണോട്ടോൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ അത് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവറിവെയർ ആയിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫ് ഒരു ഇൻക്രീസിങ് ആണെന്ന് അസ്യൂം ചെയ്തു. അതുപോലെ തന്നെ നമ്മളെടുത്തു ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്ന് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയെ ഓപ്പൺ ബൗണ്ടഡ് ഇൻ്റർവെൽസിൻ്റെ അസെൻഡിങ് സീക്വൻസിൻ്റെ യൂണിയനായിട്ട് എഴുതുന്നു. അതായത് യൂണിയൻ ഓഫ് അസെൻഡിങ് സീക്വൻസ് ഓഫ് ഓപ്പൺ ബൗണ്ടഡ് ഇൻ്റർവെൽസ്. ഓപ്പൺ ആയിട്ടുള്ള ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബിനെ നമ്മൾ ചെറിയ ചെറിയ ഓപ്പൺ ഇൻ്റർവെൽസ് ബൗണ്ടഡ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ അസെൻഡിങ് സീക്വൻസിൻ്റെ യൂണിയനായിട്ട് ചെറുതായി ഇങ്ങനെ ഇൻ്റർവെൽസ് ആക്കി എഴുതുന്നു. ഓക്കെ, ആൻഡ് നമ്മളുടെ
കണ്ടിന്യൂറ്റി ഓഫ് ലെബിക് മെഷർ നമ്മൾ എന്നിട്ട് അവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളൊരു എലമെൻറ്റ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഒരു എലമെൻറ്റ് എക്സിനെ നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഈ എക്സ് എന്ന് പറയുന്നത് അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോവർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെ നമ്മൾ എടുത്തു. അത്തരത്തിലുള്ള ഒരു എക്സിനെ നമ്മൾ എടുത്തു. ആൻഡ് ആ എക്സ് എന്ന് അത് യൂണിയൻ ഓഫ് ദ സെറ്റ് ഈ ആൽഫ ബീറ്റ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി ഡി ബാർ അല്ലെങ്കിൽ അപ്പർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ഗ്രേറ്റർ ദാൻ ഡി ബാർ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ലോവർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തു. ഇങ്ങനൊരു സെറ്റ് നമ്മളെടുത്തു. ഓക്കെ, നമ്മൾ കുറച്ച് എക്സുകൾ ഈ അപ്പർ ഡെറിവേറ്റീവിനേക്കാളും ചെറുതാണ് ലോവർ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിലുള്ള എക്സുകൾ എടുത്തു. ആ എക്സുകളെ ഒരു യൂണിയൻ ഓഫ് സെറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതുകയും ചെയ്തു. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സായിട്ടും നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയണം? ഇതൊരു കൗണ്ടബിൾ കളക്ഷൻസ് ആണ്. കാരണം ഔട്ടർ മെഷറിൻ്റെ കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി പ്രകാരം നമ്മൾ ഇതൊരു കൗണ്ടബിൾ കളക്ഷൻ ആണെന്ന് പറയുന്നു. ഇനി നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം ഈ ആൽഫ ബീറ്റ ഓക്കെ, ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ മെഷർ 0 ആണെന്ന് കാണിക്കണം. ഔട്ടർ മെഷർ 0 ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഔട്ടർ മെഷർ 0 ആണെന്നുള്ളത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൽഫയും ബീറ്റയും ഏതോ ഒരു റാഷണൽ എന്ന് ഫിക്സ് ചെയ്തു. ആൽഫയും ബീറ്റയും ഏതോ 2 റാഷണൽ നമ്പേഴ്സ് ആണെന്ന് റാൻഡംലി നമ്മളെടുത്ത് ഫിക്സ് ചെയ്തു. ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബീറ്റ ആണെന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. ഈ ആൽഫ ബീറ്റ എന്നതിനെ നമ്മൾ ഇ എന്ന് എഴുതി. ഇ ഈക്വൽ ടു ഈ ആൽഫ ബീറ്റ എന്ന് എഴുതി. അതിനുശേഷം നമ്മളൊരു അപ്സിലോൺ എടുക്കുകയാണ്. അപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതിനുശേഷം നമ്മളൊരു ഓപ്പൺ സെറ്റ് ചൂസ് ചെയ്യാണ്. ഒ എന്ന് പറഞ്ഞൊരു ഓപ്പൺ സെറ്റ് നമ്മൾ ചൂസ് ചെയ്തു. ഓപ്പൺ സെറ്റ്സ് എങ്ങനെയാണുള്ളത്? ഇ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഇ എന്ന് പറയുന്നത് ഒയുടെ സബ്സെറ്റ് ആയിരിക്കും. ഒ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഈ സബ്സെറ്റ് ഓഫ് ഒ സബ്സെറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആയിരിക്കും. ആൻഡ് മെഷർ ഓഫ് ഒ എന്ന് പറയുന്നത് ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് ഔട്ടർ മെഷർ ഓഫ് ഒ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം ഓഫ് ഒ എന്ന് പറയുന്നത് ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ ആയിരിക്കും. ഇനി എഫ് എന്ന് പറയുന്നത് ഒരു ഒയിലെ ബൗണ്ടഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻസ് ആണ്. ഒയിലെ ബൗണ്ട് ക്ലോസ് ഇൻ്റർവെൽ കളക്ഷൻസ് ആണ് ക്ലോസ് ഇൻ്റർവെൽ സി ഡി എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ഡി നമ്മൾ നേരത്തെ ലെമയിൽ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ ബീറ്റ ഓഫ് ഡി മൈനസ് സി എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ്. നമുക്കറിയാം ലോവർ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ബീറ്റയേക്കാളും ചെറുതാണ് ഇൻ ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സെറ്റിൽ ചെറുതാണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഇയെ എന്ത് ചെയ്യും? വിറ്റാലി കവർ ചെയ്യും. നമ്മൾ ലെമയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ വിറ്റാലി കവറിങ് ലെമ പ്രകാരം നമുക്ക് അവിടെ ഒരു ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻസ് സി കെ ഡി കെ ഈക്വൽ ടു 1 to n ഓഫ് എഫ് ഉണ്ടെന്ന് പറയാം. അതായത് എഫിന് വിറ്റാലി കവറിങ് ഓഫ് ഇ ആയതുകൊണ്ട് അവിടെ ഒരു ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. അതിൻ്റെ മെഷർ എന്ന് പറയുന്നത്, അതായത് ആ സബ് കളക്ഷൻസിനെ നമ്മളുടെ ഇയിൽ നിന്നും മൈനസ് ചെയ്ത് കിട്ടുന്ന സെറ്റിൻ്റെ അല്ലെങ്കിൽ കളക്ഷൻ്റെ മെഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇതാണ് നമ്മളുടെ ആ ഒരു വിറ്റാലി കവറിങ് ലെമ പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? മെഷർ ഓഫ് ഇ മൈനസ് അല്ലെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്തെടുക്കുന്നു? By the choice of intervals ck dk, close interval ck dk, the inclusion of the union of disjoint collection of intervals ck dk k equal to 1 to n in O. Oയിലെ ഡിസ്ജോയിൻറ്റ് കളക്ഷൻസ്
ഈ സി കെ ഡി കെ ഉണ്ടല്ലോ, കെ ഈക്വൽ ടു 1 to n ഒക്കെ, അവയുടെ യൂണിയൻസിനെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഈ കെ എന്ന് പറയുന്നതിന് നമ്മൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നും കൊടുക്കുന്നുണ്ട്. അതായത് കെ 1നും n-നും ഇടയിലാണെന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ബീറ്റ ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എം ഓഫ് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ എന്ന് എഴുതി. ഓക്കെ, ഇതൊരു ഇക്വേഷൻ നമ്പർ 2, 1 ഒക്കെ ആയിട്ട് നമ്മൾ എടുത്തു. ഇനി നമ്മൾ എഫിനൊരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്. ക്ലോസ് ഇൻ്റർവെൽ സി കെ ഡി കെയിൽ നമ്മൾ എഫിന് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എം സ്റ്റാർ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ സി കെ ഡി കെ, ഓപ്പൺ ഇൻ്റർവെൽ സി കെ ഡി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/α എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ ആണ്. അപ്പോൾ നമ്മളുടെ എ പ്രകാരം, അതായത് എ എന്ന് പറയുന്നത് ഈ പറയുന്ന മെഷർ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ക്ലോസ് ഇൻ്റർവെൽ സി കെ ഡി കെ ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എം സ്റ്റാർ ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ സിഗ്മ കെ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ സി കെ ഡി കെ പ്ലസ് എപ്സിലോൺ ആണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/α സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ പ്ലസ് എപ്സിലോണും ആയിരിക്കും. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമ്മളെടുത്തു. അപ്പോൾ ഈ പറയുന്ന 2 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ, ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ മൂന്നാമത്തെ ഇക്വേഷനും കൂടി നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് 1/α ഇൻറ്റു എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്നാണ് വരുന്നത്. എപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ ആണ്, അത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ബീറ്റ ബൈ ആൽഫ എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ 1 ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കണം എന്നാണ്. അപ്പോൾ മെഷർ ഓഫ് ഇ 0 ആണെന്ന് തെളിയിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ തെളിയിച്ചു. അതിനുശേഷം ഇനി വരുന്നത് കൊറോളറി ആണ്. കൊറോളറി എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ, ക്ലോസ് ഇൻ്റർവെൽ എ ബി ഉണ്ട്. എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ് ഇൻ്റർവെൽ എ ബി ആണെന്നും തെളിയിക്കണം. അതുപോലെ ഇൻ്റഗ്രൽ ഓവർ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എ ബി എഫ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നുള്ളത് നമുക്ക് കാണിക്കണം. നമുക്ക് പറഞ്ഞിട്ടുണ്ട് എഫ് ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ, ക്ലോസ് ഇൻ്റർവെൽ എ ബി ആണെന്ന്. അപ്പോൾ നമ്മൾ പറയുകയാണ് എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി പ്ലസ് 1 ആണെന്ന് പറഞ്ഞു. ആൻഡ് അതൊരു മെഷറബിളും കൂടിയാണ്, ആ ഫംഗ്ഷൻ ഒരു മെഷറബിളും കൂടിയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ എഫ് മെഷറബിൾ ആണ് ഇൻ ദിസ് ക്ലോസ് ഇൻ്റർവെല്ലിൽ. അപ്പോൾ അവിടെ ഡിവൈഡ് ഡിഫറൻസ് ഫംഗ്ഷനും അവിടെ ഓൾസോ മെഷറബിൾ ആയിരിക്കും. ഇനി നമ്മളുടെ തൊട്ട് മുമ്പത്തെ ലെബേക്ക് തിയറം പ്രകാരം, ലെബേക്ക് തിയറം പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഫ് എന്ന് പറയുന്നത് മൊണോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ അതവിടെ ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും എന്നാണ്. അപ്പോൾ ആ ഒരു തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? ഡിഫറൻസ് ഫംഗ്ഷൻ 1/n ഓഫ് എഫ് ഈസ് എ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് എന്ന് നമ്മൾ എടുത്തു. ആൻഡ് അത് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ എന്ത് ചെയ്യും? പോയിൻ്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും. ഓക്കെ, എഫ് ഡാഷിൽ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ. ഇനി നമ്മളുടെ ഫാറ്റോസ് ലെമ്മ പ്രകാരം, നമ്മൾ മുമ്പ് ഫാറ്റോസ് ലെമ്മ പഠിച്ചിട്ടുണ്ട്, അത് പ്രകാരം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻഫിമം ഇൻ്റഗ്രൽ എ ടു ബി ഡിഫറൻസ് 1/n എഫ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾ ഫോർമുല പ്രകാരം, അതായത് നമ്മളവിടെ എന്ത് ചെയ്യാണ്? ഈ എക്കും ബിക്കൊക്കെ പകരം നമ്മളവിടെ 1/n മാറ്റി n ആക്കി, ഡിഫറൻസ് 1/n എന്നുള്ളത് n, പിന്നെ എയും ബിക്കും പകരം യുവും വിയും നമ്മളവിടെ എടുത്തു. ഓക്കെ, ചേഞ്ച് ഓഫ് വേരിയബിൾ ഫോർമുല വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാണ്.
അപ്പോൾ ഇൻ്റഗ്രൽ യു വി ഡിഫറൻസ് ബൈ എൻ എഫ് ഇസ് ഈക്വൽ ടു എ വി എൻ എഫ് ഓഫ് വി, എ വി എൻ എഫ് ഓഫ് വി മൈനസ് എ വി എൻ എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തു. എ യു എൻ എഫ് ഓഫ് യു എന്ന് പറഞ്ഞെടുത്തു. ഫോർ ഈച്ച് എൻ, ഓരോ ക്യാപിറ്റൽ എന്നിനും എൻ എന്ന് ക്യാപിറ്റൽ എൻ ആണ്, എഫ് ഇൻക്രീസിങ് ഫങ്ഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി ഡിഫറൻസ് 1/n എഫ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/n ഇൻ്റഗ്രൽ എ പ്ലസ് 1/n ടു ബി എഫ് എന്ന് എഴുതാം. അതായത് ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ ഈ ചേഞ്ച് ഓഫ് വേരിയബിൾ ഫോർമുല ഉണ്ടല്ലോ, അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഫോർമുല പ്രകാരം നമ്മൾ താഴേക്ക് ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ഫാക്ടേഴ്സ് നമ്പർ വെച്ച് നമ്മൾ എഴുതിയ കാര്യത്തിന് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ വി എൻ എഫ് ഓഫ് വി മൈനസ് നമ്മളുടെ 1/1/n ഇൻ്റഗ്രൽ എ പ്ലസ് 1/n ടു ബി എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് 1/1/n ഇൻറ്റു ഇൻ്റഗ്രൽ എ പ്ലസ് എ 1/n ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എഴുതി നമ്മൾ. ഇനി നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സുപ്രീമം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡിഫറൻസ് ഓഫ് 1/n എഫ്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് വരും.